Hello everyone, welcome to our YouTube channel, The Candlestick Masterminds for an exciting new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്താണെന്നാണ്. അതിൻ്റെ കൂടെ തന്നെ ദ ടൈപ്സ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, 6 ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സ്, റിവേഴ്സൽ സെറ്റപ്സ്, പിന്നെ CPR ഇൻ ഡീറ്റെയിൽ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CPR എന്താണെന്നാണ്. ഓക്കെ, സെൻട്രൽ പിവറ്റ് റേഞ്ച്. പക്ഷേ CPR നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വൽ CPR എന്താണ്, CPR എങ്ങനെയാണ് നമ്മളൊരു ട്രേഡിങ്ങിലോ ഇൻവെസ്റ്റ്മെൻറ്റിലോ ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജെസ്സി ലിവർമോർ എന്ന് പറയുന്ന വേൾഡിൽ തന്നെ വെച്ച് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രേഡറിൻ്റെ ഒരു കോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. No here does history indulge in repetitions so often or so uniformly as in Wall Street. സിമ്പിളാണ്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഹിസ്റ്ററി റെപ്പിറ്റേഷൻ എല്ലായിടത്തും നടക്കുന്നതാണ്. കാരണം നമ്മുടെ ഇപ്പോൾ കാലാവസ്ഥ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ സീസൺസ് മാറി മാറി വരുന്നുണ്ട്, അതൊരു റിപ്പീറ്റേഷനാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ വാൾ സ്ട്രീറ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് എന്നാണ് ഈ ട്രേഡർ നമ്മളോട് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ആക്ച്വൽ ട്രേഡിംഗ്? ദ റോൾ ഓഫ് ദ മാർക്കറ്റ് പ്ലേസ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ട്രേഡ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രേഡിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന 2 ആൾക്കാരാണ് ബയേഴ്സും സെല്ലേഴ്സും. ഈ 2 ആൾക്കാരുള്ളത് കൊണ്ടാണ് ആക്ച്വലി ഒരു ട്രേഡ് നടക്കുന്നത്. ബയേഴ്സ് ഉള്ളത് കൊണ്ടും സെല്ലേഴ്സ് ഉള്ളത് കൊണ്ടും. If price opens too low, it will auction higher to find sellers, and if price is too high, it will auction lower to find buyers. അതായത് ഒരു പ്രൈസ് ഒത്തിരി താഴെ നിൽക്കുന്ന സമയത്ത് അവിടെ ബയേഴ്സ് വരും. ബയേഴ്സ് വന്നിട്ട് ഈ പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകും. പിന്നെ പ്രൈസ് മുകളിലിരിക്കുന്ന സമയത്ത് സെല്ലേഴ്സ് വന്ന് പ്രൈസിനെ താഴത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 പേർക്കും ഓക്കെ ആയ ഒരു സ്ഥലമുണ്ട്, ഫെയർ വാല്യൂ എന്ന് പറയുന്നതിന്. അപ്പോൾ ഈ 2 പേർക്കും ഓക്കെ അല്ലാത്തൊരു സ്ഥലമുണ്ട്. എവിടെ? ഒന്നുകിൽ ഒത്തിരി താഴെ അല്ലെങ്കിൽ ഒത്തിരി മുകളിൽ. അപ്പോൾ ഒത്തിരി താഴെ വരുവാണെങ്കിൽ ബയേഴ്സ് വന്നിട്ട് അതിനെ ഫെയർ വാല്യൂയിലോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്ത് സെല്ലേഴ്സ് വന്ന് അതിനെ ഫെയർ വാല്യൂയിലോട്ട് കൊണ്ടുവരുമെന്ന്. അതാണ് ഈ ഓപ്ഷൻ പ്രോസസ്സ്. ഓക്കെ, ഇനി ഈ ബയേഴ്സ് തന്നെ എല്ലാ ബയേഴ്സും ഒരുപോലെയാണോ? അല്ല. എല്ലാ സെല്ലേഴ്സും ഒരുപോലെയാണോ? അല്ല. എല്ലാ ബയേഴ്സും സെയിം അല്ല. ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കോട്ടും കൂടി. യുവർ എബിലിറ്റി ടു ഡിറ്റർമൈൻ വിച്ച് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആർ ഇൻഫ്ലുവൻസിങ് പ്രൈസ് വിൽ അലോ യു ടു ജഡ്ജ് ദ കൺവിക്ഷൻ ആൻഡ് ബിഹേവിയർ ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്. അതായത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ മെയിൻലി ബ്രോഡ്ലി ഡിവൈഡ് ചെയ്തേക്കുന്നത് ബയറും സെല്ലറും ആയിട്ടാണ്. ഇനി ഇതിൽ തന്നെ ഏത് ടൈപ്പ് ബയറാണ് അറ്റ് പ്രസൻറ്റ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ബയേഴ്സിൽ തന്നെ ഒരു ആദ്യത്തെ ടൈപ്പാണ് റെസ്പോൺസീവ് ബയേഴ്സ്. എ ബയർ ദാറ്റ് എൻറ്റേഴ്സ് ദ മാർക്കറ്റ് വെൻ പ്രൈസ് ഈസ് ബിലോ വാല്യൂ ഈസ് കൺസിഡേർഡ് എ റെസ്പോൺസീവ് ബയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ബിലോ വാല്യൂ ആവുന്ന സമയത്ത് മാർക്കറ്റിനകത്ത് എൻട്രി എടുത്ത് അതിന് പ്രൈസിനെ ആ വാല്യൂയിലോട്ട് കൊണ്ടുവന്ന ഫെയർ വാല്യൂയിലോട്ട് കൊണ്ടുവന്ന ബയേഴ്സിനാണ് റെസ്പോൺസീവ് ബയേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവർ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെയാണ് റെസ്പോൺസീവ് സെല്ലർ. വെയിറ്റ്സ് അണ്ടിൽ പ്രൈസ് ഈസ് എബോവ് വാല്യൂ ബിഫോർ എൻ്ററിങ് ദ മാർക്കറ്റ് വിത്ത് സെൽ ഓർഡേഴ്സ്. അപ്പോൾ മാർക്കറ്റ് ഇത്തിരി മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ലൊരു റേറ്റ് കിട്ടും എന്ന് തോന്നുമ്പോഴാണ് സെല്ലേഴ്സ് അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതും ആ പ്രൈസിനെ താഴത്തേക്ക് കൊണ്ടുവരുന്നതും. ഓക്കെ, ഇനി ഇനീഷ്യേറ്റീവ് ബയേഴ്സ്, അതേപോലെ ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ്. ഇവരെന്താണെന്ന് നോക്കാം. ഇനീഷ്യേറ്റീവ് ബയർ എൻറ്റേഴ്സ് ദ മാർക്കറ്റ് വെൻ പ്രൈസ് ഈസ് അറ്റ് ഓർ എബോവ് വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് റെസ്പോൺസീവ് ബയേഴ്സ് എബോവ് വാല്യൂ താഴെ ഇരിക്കുന്ന സമയത്താണ് വരുന്നത്. പക്ഷേ ഇവർ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഇതിലാണ് വരുന്നത്. എന്താണ്? പ്രൈസ് മുകളിൽ ഇരിക്കുന്ന സമയത്താണ് ഇനീഷ്യേറ്റീവ് ബയേഴ്സ് വരുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ബയിങ് കുഡ് കോസ് other buyers to enter the market along masses, causing price to explode to new heights. അതായത് ഓൾറെഡി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക്
അതിൻ്റെ മുകളിൽ ഇനീഷ്യേറ്റീവ് ബയേഴ്സ് വരുന്ന അവരുടെ കൂടെ കുറേ ആൾക്കാരെയും കൂടി കൊണ്ടുവന്ന് ആ പ്രൈസിനെ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇനീഷ്യേറ്റീവ് ബയേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ് enters the market when price is at or below value. This seller is taking the initiative to push price to a lower area of value. അതായത് ആ ഒരു വാല്യൂ ഏരിയയിൽ നിന്ന് തന്നെ താഴത്തേക്ക് വേറെ പുതിയൊരു റീജിയനിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഇനീഷ്യേറ്റീവ് ബയേഴ്സ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ്. ഇപ്പം നമ്മൾ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് പ്രൈസ് ബ്രേക്ക് ഔട്ട് ആയി പോവുക, അല്ലെങ്കിൽ താഴത്തേക്ക് പ്രൈസ് ബ്രേക്ക് ഔട്ട് ആവും. ഈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ആണ്. മുകളിലോട്ടാണെങ്കിൽ ഇനീഷ്യേറ്റീവ് ബയേഴ്സ്, താഴത്തേക്കാണെങ്കിൽ ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ്. ഇനി ഇപ്പം നമ്മൾ മാർക്കറ്റ് ഡേയ്സ് എന്താണ് ഇപ്പം നമ്മളൊരു ക്രിക്കറ്റ് പ്ലെയർ ആണെങ്കിൽ നമുക്കറിയണം നമ്മൾ ഏത് പിച്ചിലാണ് കളിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ചിലപ്പം ബോളിങ്ങിന് സഹായിക്കുന്ന പിച്ചാവാം, ബാറ്റിങ്ങിന് സഹായിക്കുന്ന പിച്ചാവാം. അപ്പോൾ ഏത് പിച്ചിലാണ് നമ്മൾ കളിക്കുന്നതെന്ന് ഒരു ക്രിക്കറ്റ് പ്ലെയറിന് അറിഞ്ഞിരിക്കില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്, ഒരു ട്രേഡറിന് ഏത് ടൈപ്പ് മാർക്കറ്റിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് മാർക്കറ്റ് ഡേയ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ദർ ആർ 6 ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഡേയ്സ്. ഏതൊക്കെയാണ്? ഒന്ന് ട്രെൻഡ് ഡേ, ഒന്ന് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേ, ടിപ്പിക്കൽ ഡേ, എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ, ട്രേഡിംഗ് റേഞ്ച് ഡേ ആൻഡ് സൈഡ് വേസ് ഡേ. നമ്മളിതറിയാം, നമുക്കിപ്പോൾ ഒരു ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ചാർട്ടായിരിക്കും ആ ദിവസം പെർട്ടിക്കുലർ ഡേയിൽ കാണാം. ഈ ആറ് എന്താ പറയുക ചാർട്ടിൽ ഏതെങ്കിലും ഒരു ചാർട്ടായിരിക്കും അന്ന് കാണാം. നമുക്ക് എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു ദിവസമല്ല ട്രെൻഡിങ് എന്നത്. അതിപ്പോൾ ഇൻഡെക്സ് ആണെങ്കിലും ശരി, സ്റ്റോക്ക് ആണെങ്കിലും ശരി, അത് മേ ബി വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ 15 days അങ്ങനെയൊക്കെയാണ് ട്രെൻഡിങ് ഡേ ഉണ്ടാവുക. അപ്പോൾ ട്രെൻഡിങ് ഡേ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഒരു ട്രേഡിംഗ് ഡേ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ട്രെൻഡിങ് ഡേയിൽ എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് ഒരു സ്പ്രിൻ്റർ പോലെ ഓടിക്കൊണ്ടിരിക്കും, എങ്ങോട്ട്? മുകളിലോട്ട് അല്ലെങ്കിൽ താഴത്തേക്ക്. ദ ട്രെൻഡ് ഡേ ഈസ് ദ മോസ്റ്റ് അഗ്രസീവ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഡേ. അപ്പോൾ 2 ട്രെൻഡാണുള്ളത്. ഒന്ന് ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ബിയറിഷ് ട്രെൻഡ് ഡേ. അപ്പോൾ ബുള്ളിഷ് ട്രെൻഡ് ഡേയിൽ എന്താണ് ഉണ്ടാവുക? ദ ഓപ്പൺ യൂഷ്വലി മാർക്സ് ദ ഡേയ്സ് ലോ വൈൽ ദ ക്ലോസ് യൂഷ്വലി മാർക്സ് ദ ഡേയ്സ് ഹൈ. ഇതാണ് ട്രെൻഡിങ് ഡേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പൺ ചെയ്യുന്നത് ഡേ ലോയിലായിരിക്കും, ക്ലോസ് ചെയ്യുന്നത് ഡേ ഹൈയിലായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം പല ടൈപ്പ് ക്യാൻഡിലുകൾ. നമ്മൾ ഒരു ടൈപ്പ് ക്യാൻഡിലാണ് മർബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മർബോസോ ക്യാൻഡിൽ, അതായത് ഒരു 10% ഉള്ള ഒരു മർബോസോ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് മിക്കവാറും ട്രെൻഡിങ് ഡേയിലായിരിക്കും. അതേപോലെ തന്നെ ബിയറിഷ് മർബോസോ ആണെങ്കിൽ ഇപ്പോൾ ബിയറിഷ് ട്രെൻഡിങ് ഡേയിൽ എന്താണ്? ദ ഓപ്പൺ വിൽ ബി ഹൈ ആൻഡ് ക്ലോസ് വിൽ ബി ലോ. ഇതായിരിക്കും ബിയറിഷ് ട്രെൻഡിങ് ഡേയിൽ ഉണ്ടാവുക. പിന്നെ വോളിയവും അന്ന് കൂടുതലായിരിക്കും. അതായത് ലാസ്റ്റ് ഒരു 10 ദിവസത്തെ ആവറേജ് വോളിയം എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും ട്രെൻഡിങ് ഡേയിലെ വോളിയം. ഇതാണ് എക്സാമ്പിൾ. ബാങ്ക് നിഫ്റ്റിയാണ് ഓപ്പൺ ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 34,800 ക്ലോസ് ചെയ്തത് 35,300. ഇനി ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് തന്നെയാണ്, പക്ഷെ ട്രെൻഡിങ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ട്രെൻഡല്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബ്രേക്ക് വരും. നമുക്ക് എന്താണെന്ന് നോക്കാം. ഡ്യൂറിങ് ദിസ് ടൈപ്പ് ഓഫ് ഡേ ദ മാർക്കറ്റ് വിൽ യൂഷ്വലി ഓപ്പൺ ദ സെഷൻ ഇൻ ക്വൈറ്റ് മാനർ, ട്രേഡിംഗ് വിത്തിൻ എ ഫെയർലി ടൈറ്റ് റേഞ്ച് ഫോർ ദ ഫസ്റ്റ് അവർ ഓർ 2 of the session, thereby creating an initial balance that is narrow. അപ്പോൾ എന്താണ് ഇനീഷ്യൽ ബാലൻസ് എന്ന് പറയാം? ഇനീഷ്യൽ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 9:15 ഓപ്പൺ ചെയ്യുന്നു ആൻഡ് 10:15 വരെയുള്ള 1 അവർ, ഏകദേശം 1 അവറിലെ ഹൈ ആൻഡ് ലോ. ഈ ഹൈയും ലോയും കണക്ട് ചെയ്ത് നമ്മളൊരു ബോക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ബോക്സിനെ നമുക്ക് എന്താ പറയുക? ഇനീഷ്യൽ ബാലൻസ് എന്ന് പറയാം. 1 അവറിൽ മാർക്കറ്റിൻ്റെ ഹൈ ആൻഡ് ലോ. അപ്പോൾ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേയിൽ എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ ബാലൻസ് അത് കുറച്ച് ചെറുതായിരിക്കും. ഇപ്പോൾ ആ ഇനീഷ്യൽ ബാലൻസിന് വെച്ചിട്ടാണ് നമ്മൾ ഈ മിക്കവാറും ഈ ഏത് ടൈപ്പ് ഡേ ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനീഷ്യൽ ബാലൻസിൻ്റെ ഇത് വെച്ചിട്ടാണ്, വിഡ്ത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ ബാലൻസിൻ്റെ വിഡ്ത്ത് ചെറുതാണെങ്കിൽ ആ ത്രൂ ഔട്ട് ദ ഡേ, ഇപ്പോൾ 1 അവർ ആണല്ലോ നമ്മൾ ഇനീഷ്യൽ ബാലൻസിന് എടുക്കുന്നത്, അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ ഇനീഷ്യൽ ബാലൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും.
ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ബാലൻസ് ചെറുതായിരിക്കും. ആ ഡേയിൽ, ആ ട്രേഡിംഗ് ഡേയിൽ ഈ ഇനീഷ്യൽ ബാലൻസിനെ ബ്രേക്ക് ചെയ്ത് അത് പുതിയൊരു ലെവലിലേക്ക് പോകും. അതിനാണ് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേ എന്ന് പറയുന്നത്. If the initial balance is too narrow, the price will break free from the range and auction towards new value, creating a range extension which is any movement outside the initial balance. അപ്പോൾ ഇനീഷ്യൽ ബാലൻസിനെ ബ്രേക്ക് ചെയ്ത് ഇത് മുകളിൽ ട്രേഡ് ചെയ്യും എന്നാണ് ഈ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേയുടെ പ്രത്യേകത. Okay. After the initial balance of the double distribution trend day has been defined, price will break out of the range and auction towards new value where it will form a second distribution price. അതായത് അവിടെ പോയി പിന്നെയും പ്രൈസ് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കൺസോളിഡേറ്റ് ചെയ്യും വേറെ ഒരു റേഞ്ചിലോട്ട് പോയിട്ട്. ഓക്കെ, ഇതാണ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇനീഷ്യൽ ബാലൻസ് ഇത് ഇവിടെ വന്നു, ഇത് ബ്രേക്ക് ചെയ്തു, അഗെയിൻ ഇവിടെ ഒരു ഇനീഷ്യൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്തു, ഇതിനെയും ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു ഇനീഷ്യൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്കിത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനീഷ്യൽ ബാലൻസിൻ്റെ വിഡ്ത്ത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും 110 പോയിൻ്റാണ്. ഓക്കെ, ഏകദേശം ഇനീഷ്യൽ ബാലൻസിൻ്റെ അത്രയും വിഡ്ത്തിൽ തന്നെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 120 പോയിൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഇനീഷ്യൽ ബാലൻസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 126 ആണ്. അത്ര തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ 124 ഏകദേശം പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടന്നു. ഓക്കെ, ഇതെപ്പോഴും ശരിയാവണമെന്നില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുമെന്നാണ് മാർക്കറ്റ് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ടിപ്പിക്കൽ ഡേ എന്ന് പറയുന്നത്. ടിപ്പിക്കൽ ഡേ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ വൈഡ് ഇനീഷ്യൽ ബാലൻസ് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ ഔട്ട്സെറ്റ് ഓഫ് ദ ഡേ. അതായത് നമ്മളിപ്പോൾ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേയിൽ പറഞ്ഞു ഇനീഷ്യൽ ബാലൻസ് ചെറുതായിരിക്കും, അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വലുതാണെന്ന്. പക്ഷേ ടിപ്പിക്കൽ ഡേയിൽ എന്താ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ബാലൻസ് തന്നെ വളരെ വലുതായിരിക്കും. ലൈക്ക് ഒരു മേ ബി ഒരു 0.5% 0.6% മൂവ്മെൻറ്റ് ഇനീഷ്യൽ വിത്തിൻ 1 hourൽ തന്നെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെയും ബ്രേക്ക് ചെയ്ത് പുതിയൊരു വാല്യൂയിലോട്ട് പോകാൻ വേണ്ടി ഇത്തിരി പാടായിരിക്കും മാർക്കറ്റ്. അപ്പോൾ ആ ടൈപ്പ് ട്രേഡിംഗ് ഡേനാണ് പറയുന്നത് ടിപ്പിക്കൽ ഡേ എന്ന് പറയുന്നത്. ഓൺ ദിസ് ടൈപ്പ് ഓഫ് ഡേ പ്രൈസ് റാലീസ് ഓർ ഡ്രോപ്സ് ഷാർപ്ലി to begin the session and moves far enough away from value to entice responsive participants to enter the market. അപ്പോൾ ടിപ്പിക്കൽ ഡേയിലെ പാർട്ടിസിപ്പൻസ് മിക്കവാറും റെസ്പോൺസീവ് ബയേഴ്സ് ആൻഡ് റെസ്പോൺസീവ് സെല്ലേഴ്സ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വാല്യൂ പ്രൈസ് താഴത്തേക്ക് വരുന്ന സമയത്ത് റെസ്പോൺസീവ് ബയേഴ്സ് അവിടെ വരും, പ്രൈസിനെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകും. പിന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ റെസ്പോൺസീവ് സെല്ലേഴ്സ് വന്നിട്ട് പ്രൈസിനെ താഴത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, ദ മാർക്കറ്റ് ദെൻ ട്രേഡ്സ് ക്വയറ്റ്ലി വിത്തിൻ ദ ഡേസ് എക്സ്ട്രീം ഇൻ ദ റിമൈൻഡർ ഓഫ് ദ സെഷൻ. അപ്പോൾ ആ സെഷൻ ത്രൂ ഔട്ട് ഈ ഒരു ഇനീഷ്യൽ ബാലൻസിനകത്ത് തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. The opening rally or sell-off is usually sparked by reactions to economic news that hits the market early in the day. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15 ആണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ന്യൂസ്, ഇപ്പോൾ അതിന് മുമ്പ് ഓപ്പൺ ചെയ്യുന്നത് ചൈനീസ് മാർക്കറ്റും ജാപ്പനീസ് മാർക്കറ്റും ഓസ്ട്രേലിയൻ മാർക്കറ്റൊക്കെ. അപ്പോൾ ഓവർനൈറ്റ് എന്തെങ്കിലും ന്യൂസ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എന്തെങ്കിലും ന്യൂസ് ഉണ്ടായിട്ട് അതിൻ്റെ റിയാക്ഷനിൽ മാർക്കറ്റ് ഫോളോ ആവുകയോ റാലി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റാലിയിൽ ഒരു വി ഷേപ്പ് റിക്കവറി, താഴത്താണെങ്കിൽ മുകളിലോട്ട് അല്ലെങ്കിൽ മുകളിൽ നിന്നാണെങ്കിൽ ഒരു വി ഷേപ്പ് ഫോള്, അതാണ് ശരിക്കും ടിപ്പിക്കൽ ഡേയിൽ നടക്കുന്നത്. This opening push creates a wide initial balance which means the day's base is wide and will likely go unbroken. ഇപ്പോൾ വലിയ ഒരു ബോക്സ് ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ വളരെ പാടായിരിക്കും. അപ്പോൾ ആ ത്രൂ ഔട്ട് ദ ഡേ ആ ബോക്സിനകത്ത് തന്നെ ട്രേഡ് ചെയ്യാനാണ് ചാൻസ്. അതിനാണ് ടിപ്പിക്കൽ ഡേ എന്ന് പറയുന്നത്. ഇതാണ് എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് കണ്ടാലറിയാം ഇനീഷ്യൽ ബാലൻസ് വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പവർ അന്ന് മാർക്കറ്റിന് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ ആയിരിക്കും മാർക്കറ്റ് ത്രൂ ഔട്ട് ദ ഡേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾ എന്തുകൊണ്ടായിരിക്കാം? മേ ബി സം എക്കണോമിക് ന്യൂസോ എന്തെങ്കിലും കാരണം, ഇപ്പോൾ RBIയുടെ പോളിസിയോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഈ ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ. ദിസ് ടൈപ്പ് ഓഫ് ഡേ ബിഗിൻസ് ദ സെഷൻ with early directional conviction. However, price movement at the open is not as strong as that seen during the typical day. The initial balance, while wider than that of a double distribution trend day, but not wide
ആസ് ദാറ്റ് ഓഫ് ദ ടിപ്പിക്കൽ ഡേ. അപ്പോൾ ഇതെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേയിനേക്കാളും അല്ലെങ്കിൽ ടിപ്പിക്കൽ ഡേയിൻ്റെ അതിൻ്റെ ശേഷം ഒരു നടുക്കായിട്ട് വരുന്ന ഒരു ഡേ ആണ് expanded typical day എന്ന് പറയും. Eventually one of the day's extreme is violated and price movement is seen in the direction of the break, which is usually caused by initiative buying or selling behavior. ഇതെന്താണ് പറയുന്നത് വെച്ചാൽ ഇനീഷ്യൽ ബാലൻസ് ടിപ്പിക്കൽ ഡേയുടെ അത്രയും വലുതല്ലാത്തത് കൊണ്ട് പോസിബിലിറ്റി കൂടുതലാണ്. ഏത് ഇനീഷ്യൽ ബാലൻസ് ബ്രേക്ക് ചെയ്ത് പുതിയൊരു റേഞ്ചിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ്. ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേയിൽ എന്തായാലും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ഓൾമോസ്റ്റ് 90% ആണ്. പക്ഷേ ഇതിനകത്തൊരു എന്താ പറയുക ഒരു 60% ചാൻസ് ഈ ഒരു ഇനീഷ്യൽ ബാലൻസിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. During an expanded typical day, both the upper and lower boundaries of the initial balance are susceptible to violations. അതായത് മുകളിലോട്ടോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബ്രേക്ക് ചെയ്യുന്ന കൺഫേം അല്ല, പോസിബിലിറ്റി കൂടുതലാണ്. ഇതാണ് ഓക്കെ. ഇനീഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ വരച്ച ബോക്സാണ്. എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സെഷനിൽ ഇത് ബ്രേക്ക് ചെയ്തു, പുതിയൊരു ലെവലിൽ വന്നു, പിന്നെ തിരിച്ച് ഇത് ബോക്സിലോട്ട് പോയി. നെക്സ്റ്റ് ഈസ് ട്രേഡിംഗ് റേഞ്ച് ഡേ. Occurs when both the buyers and sellers are actively auctioning price back and forth within the day's range, which is usually established by the day's initial balance. Okay. The initial balance is about as wide as that of a typical day, but instead of quietly trading within these two extremes, throughout the day, the buyers and sellers are actively pushing price back and forth. അതായത് താഴത്തേക്ക് വരുന്ന സമയത്ത് ബയേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഇതിനെ മുകളിലോട്ട് കൊണ്ടുവന്നു, പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുവന്നു. മുകളിലോട്ട് പോകുന്ന സമയത്ത് സെല്ലേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഇതിനെ താഴത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ ഇനീഷ്യൽ ബാലൻസിനകത്ത് ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. റെസ്പോൺസീവ് സെല്ലേഴ്സ് വിൽ എൻ്റർ ദ ഷോർട്ട്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റേഞ്ച്, which essentially pushes the price back towards the day's low, while the responsive buyers will enter longs at the bottom of the range, which pushes price back towards the day's high. This pattern will continue until the closing bell sounds. ഇത് എൻഡ് ഓഫ് ദ ഡേ വരെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇതാണ് ഇനീഷ്യൽ ബാലൻസ് നാരോ അല്ല, ഇത്തിരി അത്യാവശ്യം വൈഡാണ്. പക്ഷേ ത്രൂ ഔട്ട് ദ ഡേ പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ. സൈഡ് വേസ് ഡേയ്സ്. ഇത് വളരെ ക്വയറ്റായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഡേയ്സിനെയാണ് സൈഡ് വേ ഡേയ്സ് എന്ന് പറയാം. ഓൺ ദിസ് ടൈപ്പ് ഓഫ് ഡേ പ്രൈസ് ഈസ് സ്റ്റാഗ്നൻറ്റ് ആസ് ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് റിഫ്രെയിൻ ഫ്രം ട്രേഡിംഗ്. This type of session usually occurs ahead of the release of a major economic report or news event, or in advance of a trading holiday. The initiative buying or selling required for a double distribution trend day never enters the fray, which leaves the market terribly quiet the rest of the session. ഇത് നോർമലി സംഭവിക്കുന്നത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ റിലീസ്, അത് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും യു എസിലാണെങ്കിലും. ഇപ്പോൾ യു എസിൽ ഇപ്പോൾ ഇന്ന് CPI ഡാറ്റ അല്ലെങ്കിൽ ഫെഡ് മീറ്റിംഗ്, ഇത് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ഡാറ്റ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് ആ മാർക്കറ്റ് ഭയങ്കര ക്വയറ്റ് ആയിരിക്കും. കാരണം ഒരു ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. എന്താണ് ഔട്ട്കം എന്ന് അറിയാത്തത് കൊണ്ട് അവർ ക്വയറ്റായിട്ട് ഗാലറിയിലിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസം കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റേ മാർക്കറ്റിൽ ഉണ്ടാവില്ല. സ്ട്രാഡിൽ സെല്ലേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് മിക്കവാറും ഇതുപോലത്തെ ദിവസങ്ങളിലായിരിക്കും. ഇതാണ് കണ്ടോ, നമുക്കിതിനകത്ത് ഒരു ഡയറക്ഷൻ ക്ലിയർ ആയിട്ട് വിസിബിൾ അല്ല. മാർക്കറ്റ് വളരെ ക്വയറ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ട്. വേറൊരു എക്സാമ്പിളാണ് ടിപ്പിക്കൽ ഡേയുടെ. ഓക്കെ. ഇനി നമ്മൾ CPR എന്ന് പഠിക്കുന്നത് തന്നെ ഒരു റിവേഴ്സൽ ട്രേഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. CPR എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്നത് പ്രൈസ് അവിടെ പോയി തിരിച്ചു വരും എന്നുള്ളതാണ്. പിവട്ടിങ് ചെയ്ത് പ്രൈസ് അവിടെ പോയി പിവട്ട് ചെയ്ത് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പ്രൈസ് തിരിച്ചു വരുമോ, എങ്ങനെയൊക്കെ പ്രൈസ് തിരിച്ചു വരും, ഏതൊക്കെ പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് പ്രൈസ് തിരിച്ചു വരിക, ഇത് അറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CPR നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ ടൈപ്പ് റിവേഴ്സൽ പാറ്റേൺ ആണ് സാധാരണ മാർക്കറ്റിൽ കണ്ടുവരുന്നത് അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദ വിക്ക് റിവേഴ്സൽ സെറ്റപ്പ്. വിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. ദ വിക്ക് റിവേഴ്സൽ സെറ്റപ്പ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വിഷ്വലി compelling candlestick patterns
due to its long price tail which helps to highlight major reversal opportunities in the market. റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി ഇതാണ് നമുക്ക് വേണ്ടത്, നമ്മൾ നോക്കുന്നതും ഇത് തന്നെയാണ്. There are 3 factors to consider when reviewing a reversal wick candlestick. എന്താണ്? ബോഡി, the size of the wick in relation to the body and the close percentage. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് കാൻഡിൽ സ്റ്റിക്കിൻ്റെ വിക്കാണ്, ഇതാണ് ബോഡി. ഓക്കെ, അപ്പോൾ ബോഡി ചെറുതും വിക്ക് വലുതായിരിക്കും. ഇത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ വിക്കാണ്, ഇത് ഒരു ബിയറിഷ് ആയിട്ടുള്ള റിവേഴ്സൽ വിക്കാണ്. നമുക്കിത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്ലോസ് പെർസെൻറ്റേജ്. ഓക്കെ, അതായത് ബോഡിയുടെ ഫുൾ, ഇതിൻ്റെ ബോഡിയുടെ എവിടെയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ ക്ലോസ് പെർസെൻറ്റേജ് കാണിക്കുന്നത്. Okay, technically you only need a 2:1 ratio for a candle to be considered a reversal wick, but it is better to see a higher ratio from 2.5 to 5:1 or 3.5:1. ഇപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഇത് ഓക്കെ, ഇത് നമ്മൾ ഒരു കാൻഡിലാണ്, ഇതിൻ്റെ വിക്കാണ്. ഓക്കെ, വി ക്യാൻ സേ ഇറ്റ് ആസ് ലൈക്ക് 1:2 എന്ന് നമുക്ക് പറയാം. അതായത് ഒരു പോർഷൻ ബോഡി, 2 പോർഷൻ വിക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ 1:2 ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാൻഡിലിനെ വിക്കായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ അത് 2.5 അല്ലെങ്കിൽ 3.5:1 ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഓക്കെ, ഇനി 5:1 വിക്ക് ആണെങ്കിലോ അത് ഏറ്റവും എക്സ്ട്രീംലി ബെറ്ററാണ്. പക്ഷേ നമ്മൾ 5:1 വിക്കിന് മാത്രമേ ട്രേഡ് ചെയ്യുമെങ്കിൽ അത് നമുക്ക് വളരെ കുറവായിട്ടുള്ള ഒരു ട്രേഡിംഗ് സിഗ്നൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഐഡിയലി ഒരു 3:1 വിക്ക് നമ്മൾക്ക് ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടി ഉപയോഗിക്കാം. The last component of reversal wick candlestick is the close percentage. While the length of the wick is the first part to be determining the strength of reversal candlestick, the second part of the equation is determined upon where the bar closes in relation to the overall high and low of the candle. Therefore, if the bar closes in the top 5% of the candle, the chances are greater for a bullish reversal than if the bar close in the top 35% of the candle. നമുക്ക് നോക്കാം അതെന്താണ്. എന്താ ഇത് 35% ആണ്. ഇത് ടോപ്പ് 5. ഇത് നമുക്ക് എക്സ്ട്രീംലി ഒരു ബുള്ളിഷ് റിവേഴ്സൽ വിക്കായിട്ട് കണക്കാക്കാം. ഇതും ബുള്ളിഷ് റിവേഴ്സൽ വിക്കാണ്, പക്ഷേ ഇതിനേക്കാളും ബുള്ളിഷ് ഇതാണ്. ഓക്കെ, ഇത് ഒരു റിവേഴ്സൽ ബിയറിഷ് റിവേഴ്സൽ വിക്കാണിത്. ഇതാണ് ഏറ്റവും എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള റിവേഴ്സൽ വിക്ക്. അപ്പോൾ ഇതുപോലെയുള്ള ക്യാൻഡിലുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സൽ വിക്കായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇതെല്ലാം ബുള്ളിഷ് ആയിട്ടുള്ള റിവേഴ്സൽ പാറ്റേൺ ആണ്, ഇതെല്ലാം ബിയറിഷ് ആയിട്ടുള്ള റിവേഴ്സൽ വിക്ക്. ഇനി സ്റ്റേജസ് ഓഫ് റിവേഴ്സൽ വിക്ക്. When the market has been trending lower, then suddenly forms a reversal wick candlestick, the likelihood of a reversal increases since buyers have finally begun to overwhelm the sellers. അതായത് മാർക്കറ്റ് ട്രേഡിംഗ് ഡൗൺവേർഡ് ആണ്, ബിയറിഷ് ആണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് റാലി അവിടെ ഒരു റിവേഴ്സൽ വിക്ക് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ബുള്ളിഷ് റിവേഴ്സൽ വിക്ക് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Selling pressure rules the decline, but responsive buyers entered the market due to perceived undervaluation. അതായത് വാല്യൂ ഏരിയയിൽ നിന്ന് ഒത്തിരി താഴെ വന്ന് ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന സമയത്ത് റെസ്പോൺസീവ് ആയിട്ടുള്ള ബയേഴ്സ് അവിടെ വരികയും മാർക്കറ്റിനെ ഹയർ ഏരിയയിലോട്ട് പുഷ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യം. Okay. For the reversal wick to open near the high of the candle, sell off sharply intra-bar and then rally back towards the open of the candle is bullish. Okay, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഇവിടെ വന്നു, ഇവിടെ ഫോം ചെയ്തു, ഇവിടുന്ന് താഴത്തേക്ക് വന്നു, ഇവിടെ റെസ്പോൺസീവ് ബയേഴ്സ് വന്നു, തിരിച്ചത് മുകളിലോട്ട് കൊണ്ടുപോയി ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ബുള്ളിഷ് റിവേഴ്സൽ
വിക്ക് പാറ്റേൺ. ഓക്കെ, ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇത്തിരി താഴത്തേക്ക് വന്നു, അടുത്ത അതേ ക്യാൻഡിൽ തന്നെ എന്താണ് തിരിച്ചു പോയി, അടുത്ത ക്യാൻഡിൽ ഇത് ഒത്തിരി മുകളിലോട്ട് പോയി ഇവിടെ ക്ലോസ് ചെയ്തു. ദാറ്റ് മീൻസ് ഈ ഒരു സ്റ്റേജിൽ ബയേഴ്സ് വന്നു, ബയേഴ്സ് തിരിച്ച് പ്രൈസിനെ വാല്യൂ ഇതിലോട്ട് കൊണ്ടുപോയി. ഇതാണ് റിവേഴ്സൽ വിക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് 1:2 കാണാം. ഇവിടെ 2 എന്ന് പറയുന്നത് വിക്ക് 2%, 2ഉം ഇത് ബോഡി 1ഉമാണ്. ഇതാ 3:1 ലോങ് വിക്ക്. ഓക്കെ, ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിന് ശേഷം ഈ ഒരു വിക്ക് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്ത് തിരിച്ച് മുകളിലോട്ട് പോകും. ഇത് ഒരു ബിയറിഷ് റിവേഴ്സൽ വിക്കാണിത്. 2.5:1%. ഇനി എക്സ്ട്രീം റിവേഴ്സൽ സെറ്റപ്പ്. ഇത് ഒരു റബ്ബർ ബാൻഡ് ട്രേഡിംഗ് എന്നും കൂടി ഇതിനെ പറയും. ഓക്കെ, വെൻ എ റബ്ബർ ബാൻഡ് ഈസ് സ്ട്രെച്ച്ഡ് ടു ഇറ്റ്സ് ലിമിറ്റ്സ് ആൻഡ് ദെൻ റിലീസ്ഡ് ഇറ്റ് സ്നാപ്സ് ബാക്ക് ഇൻ ദ ഡയറക്ഷൻ ഫ്രം വെയർ ഇറ്റ് കെയിം. ദ ബേസിക് സെറ്റപ്പ് ഒക്കേഴ്സ് വെൻ എക്സ്ട്രീംലി large candle forms that is about twice the size of average candlestick. While this candle may indicate that a continuation will be seen, the second bar of the pattern does not confirm a continuation and instead is an opposing candle that signals an upcoming reversal. When this occurs, you have a fantastic opportunity to buy below value or sell at a premium. അപ്പോൾ the extreme reversal setup looks to capitalize on overextended situations in the market as responsive buyers and sellers will enter the market to push price back in the opposite direction. I will explain. Okay. Okay. മാർക്കറ്റ് ഇങ്ങനെ ട്രേഡ് ചെയ്യുവാണ്, ട്രെൻഡിങ് ഒരു സൈഡ് വേസ് ട്രേഡ് ചെയ്യുകയാണ്. പെട്ടെന്നൊരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്യാതെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണ്. ഓക്കെ, ഇത് ഒരു റിവേഴ്സൽ ട്രേഡിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഇതിൻ്റെ ലുക്ക് ബാക്ക് ഒരു ലാസ്റ്റ് ഒരു 15 ക്യാൻഡിൽസ് ഇതിനേക്കാളും ഇതിൻ്റെ ഹാഫ് സൈസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരു 15 ക്യാൻഡിൽസ് പ്രീവിയസ്ലി ഒരു 15 ക്യാൻഡിൽസിനേക്കാളും ഡബിൾ സൈസിലായിരിക്കണം ഈ ക്യാൻഡിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് കളറിലായിരിക്കണം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്യാൻഡിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് എക്സ്ട്രീം റിവേഴ്സൽ സെറ്റപ്പ് ഫോം ചെയ്യുന്നത്. ഇത് ഗ്രീൻ കളർ ആണെങ്കിൽ ദിസ് റാലി മൈറ്റ് കണ്ടിന്യൂ, ഇത് റെഡ് ആയതുകൊണ്ട് ഇത് തിരിച്ചു വരും. ഓക്കെ, ഇതാണ് എക്സ്ട്രീം റിവേഴ്സൽ സെറ്റപ്പ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സെറ്റപ്പാണ്. നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒത്തിരി പ്രാവശ്യം ഇതുപോലത്തെ റിവേഴ്സൽ സെറ്റപ്പ്സ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ലുക്ക് ബാക്ക് ക്യാൻഡിലൊക്കെ ചെറുതാണ്, ഇതിൻ്റെ സൈസിൻ്റെക്കാളും ഡബിളാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ സൈസ്. ഇത് ഗ്രീനാണ്, ഇത് അടുത്തത് റെഡ് വരുവാണ്. ഇതിൻ്റെ ഈ എവിടെയാണോ ഈ റാലി തുടങ്ങിയത് അവിടത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വരുമെന്നാണ് ഈ സെറ്റപ്പ് പറയുന്നത്. അതുപോലെ ഇതൊരു ബിയറിഷ് ക്യാൻഡിലാണ്. അടുത്തത് കണ്ടിന്യൂവേഷന് പകരം ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലായി ആൻഡ് മാർക്കറ്റ് തിരിച്ച് അതേ റേഞ്ചിലേക്ക് പോവുകയാണ്. റെസ്പോൺസീവ് ബയേഴ്സാണ് ഇവിടെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്, റെസ്പോൺസീവ് സെല്ലേഴ്സാണ് ഇവിടെ മാർക്കറ്റിനെ താഴത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ആക്ച്വൽ നടക്കുന്ന സ്ട്രക്ചർ. ഓക്കെ, ക്യാൻഡിലൊക്കെ ചെറിയ ക്യാൻഡിലാണ്, ഇതിൻ്റെ ഡബിൾ സൈസാണിത്. ഇവിടെ റെസ്പോൺസീവ് ബയർ വന്നു, മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോയി. ഓക്കെ, ഇനി പാറ്റേൺ സ്ട്രക്ചർ നമുക്ക് എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ബാർ ഓഫ് ദ 2 bar സെറ്റപ്പ് ഈസ് ദ എക്സ്ട്രീം ബാർ വിച്ച് ഈസ് ബേസിസ് ഫോർ ദ സെറ്റപ്പ്. ദ ബാർ ക്യാൻ ബി എനിവെയർ ഫ്രം 50 to 100% ലാർജർ ദാൻ ദ ആവറേജ് സൈസ് ഓഫ് ക്യാൻഡിൽസ് ഇൻ ദ ലുക്ക് ബാക്ക് പീരീഡ്. ലുക്ക് ബാക്ക് പീരീഡ് ക്യാൻ ബി ലൈക്ക് ഒരു 10 ക്യാൻഡിലോ 15 ക്യാൻഡിലോ. Okay. The second characteristic is to consider when judging the extreme bar of the pattern is the percentage of the total bar that is the body of the candlestick. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ ഒരു മർബോസോ ക്യാൻഡിൽ ആവാൻ പാടില്ല. അതിനകത്ത്
ചെറിയ ഒരു വിക്കെങ്കിലും ഉണ്ടാവണം. Okay, if the extreme bar has a close percentage of over 90%, there is a good chance that this bar could indeed lead to a continuation in the direction. അതേ ഡയറക്ഷനിൽ കണ്ടിന്യൂ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോൾ ഒരു 90% ബോഡിയും ഓൺലി 10% വിക്ക് മാത്രമാണെങ്കിൽ അതിനൊരു കണ്ടിന്യൂവേഷൻ വരാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ബോഡി അറ്റ്ലീസ്റ്റ് എന്താണ് 60% ബോഡിയും ബാക്കി 40% വിക്കും ആയാൽ മാത്രമേ അതിനെ ഒരു റിവേഴ്സൽ, എക്സ്ട്രീം റിവേഴ്സൽ പാറ്റേണിൽ ഒരു കാൻഡിലായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദ സെക്കൻഡ് ബാർ ഓഫ് ദ എക്സ്ട്രീം റിവേഴ്സൽ സെറ്റപ്പ് ഷുഡ് ബി ഓപ്പോസിറ്റ് കളർ ഓഫ് ദ ഫസ്റ്റ് കാൻഡിൽ ഓഫ് ദ പാറ്റേൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് വരുന്ന കാൻഡിൽ ഓപ്പോസിറ്റ് കളർ ആയിരിക്കണം. ദ സെക്കൻഡ് കാൻഡിൽ ഓഫ് ദ സെറ്റപ്പ് ഈസ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഫസ്റ്റ്, as this candle will either lead to continuation or signal a reversal. If the bar strongly opposes the first, the possibility of a reversal increases. ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, പ്രൈസ് താഴത്തേക്ക് വന്നു, ഇവിടെ നിന്ന് ബയർ വന്നു, അതിനെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, ഇത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. പക്ഷേ നമ്മൾ 10 മിനിറ്റിൻ്റെ ഒക്കെ ഫ്രെയിം ഇടുവാണെങ്കിൽ ഇതൊരു സിംഗിൾ ക്യാൻഡിലായിട്ട് മാറും. ഇതും can be considered as extreme reversal setup. ഇനി ഔട്ട്സൈഡ് റിവേഴ്സൽ സെറ്റപ്പ് അല്ലെങ്കിൽ എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഫോർ ബുള്ളിഷ് ഔട്ട്സൈഡ് റിവേഴ്സൽ കണ്ടീഷൻ ടു എക്സിസ്റ്റ്, ദ കറണ്ട് ബാർസ് ലോ മസ്റ്റ് ബി ലോവർ ദാൻ ദ പ്രയർ ബാർസ് ലോ ആൻഡ് ദ കറണ്ട് ബാർസ് close must be higher than the prior bars low. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു റെഡ് കാൻഡിലാണ്, ബിയറിഷ് കാൻഡിലാണ്. നെക്സ്റ്റ് കാൻഡിലിൻ്റെ ഈ കാൻഡിലിൻ്റെ ലോയിനേക്കാളും താഴെ ആയിരിക്കണം നെക്സ്റ്റ് കാൻഡിലിൻ്റെ ലോ. ഈ കാൻഡിലിൻ്റെ ഹൈനേക്കാളും മുകളിലായിരിക്കണം ഈ കാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, ഇതാണ് ഔട്ട്സൈഡ് റിവേഴ്സൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എ ബിയറിഷ് ഔട്ട്സൈഡ് റിവേഴ്സൽ സെറ്റപ്പ് ടു എക്സിസ്റ്റ്, ദ കറണ്ട് ബാർസ് ഹൈ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ പ്രയർ ബാർസ് ഹൈ ആൻഡ് ദ കറണ്ട് ബാർസ് ക്ലോസ് മസ്റ്റ് ബി ലോവർ ദാൻ ദ പ്രയർ ബാർസ് ലോ. ഓക്കെ, an additional requirement includes bar size qualifier, which requires the engulfing bar to be between 5 and 25% larger than the average size of bars in the look back period. This criteria allows to further qualify the pattern as viable reversal candidate. ഇങ്ങനെയാവുന്ന സമയത്താണ് നമ്മൾ റിവേഴ്സൽ വരിക. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. ഈ ഒരു പാറ്റേണിൻ്റെ പുറകിലുള്ള സൈക്കോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. ഈ രണ്ട് കാൻഡിലിനെയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഒരു വിക്കാണ്, ഒരു ബുള്ളിഷ് വിക്കാണ്. ഇത് ഈ അതേപോലെ തന്നെ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണിത്, ഔട്ട്സൈഡ് റിവേഴ്സൽ പാറ്റേൺ. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബിയറിഷ് വിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്, പക്ഷേ രണ്ട് കാൻഡിലായിട്ട് വരുന്നതേ ഉള്ളൂ. ഇതാണ് ഔട്ട്സൈഡ് റിവേഴ്സൽ പാറ്റേണിൻ്റെ ബിയറിഷ് എൻഗൾഫിംഗ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡോജി റിവേഴ്സൽ സെറ്റപ്പ്. ദ ഡോജി റിവേഴ്സൽ സെറ്റപ്പ് pinpoints indecision in the market, which can highlight profitable reversal opportunities. The doji candlestick is one of the most easily recognizable candlestick pattern in the market. This candlestick embodies indecision, which can help to predict an upcoming reversal in price, especially when the pattern forms above or below value. അതായത് ഒരു റാലിയുടെ എൻഡിൽ ഈ ഡോജി ഫോം ചെയ്യുന്ന സമയത്ത് വിച്ച് ഇൻഡിക്കേറ്റ്സ് എ ഗ്രേറ്റർ ഇൻഡിസിഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ ഡോജി ക്യാൻഡിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഓപ്പൺ ആൻഡ് ക്ലോസ് സെയിം സ്ഥലത്തായിരിക്കും. ഇതാണ് ഒരു ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്യുന്നതും ഒരേ പ്രൈസിലായിരിക്കും, ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിലായിരിക്കും. അപ്പോഴാണ് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഇതാണ് ഡോജി ക്യാൻഡിൽ.
A doji can provide a powerful indication of an upcoming price reversal. It must be used within proper context. A doji by itself cannot tell you the whole story about what the market is doing or where price is headed. However, if a doji has formed above value and is holding at a pronounced resistance level, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ സപ്പോർട്ടിലാണ് ഡോജി ഫോം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ടെൽ യു എ ഗ്രേറ്റർ സ്റ്റോറി, ഐദർ വിഷ്വൽ ഓർ പിവറ്റ് ബേസ്ഡ്. ദിസ് ക്യാൻ ബി എ പവർഫുൾ ഇൻഡിക്കേഷൻ ഓഫ് എ ഡൗൺവേർഡ് റിവേഴ്സൽ. Okay. Conversely, if a doji has formed below value and is currently sitting on support, you have the making of for a bullish reversal. അപ്പോൾ ഒരു അപ്വേർഡ് റാലിയുടെ എൻഡിൽ ഒരു റെസിസ്റ്റൻസിലാണ് ഡോജി ഫോം ചെയ്യുന്നതെങ്കിൽ അതൊരു ബിയറിഷ് റിവേഴ്സലിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ഡൗൺവേർഡ് റാലിയുടെ എൻഡിൽ ഒരു സപ്പോർട്ടിലാണ് ഡോജി ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നൊരു റിക്കവറിയാണ് കാണിക്കുന്നത്. The first factor to consider is the current trend. The doji reversal setupന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the market is trending upward. The market is trending upward. ഇവിടെ ഈ ട്രെൻഡ് ഇതിന് ശേഷം ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അടുത്ത ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ആൻഡ് ദ റിവേഴ്സൽ ഹാപ്പൻഡ്. അതുപോലെ തന്നെ മാർക്കറ്റ് ട്രെൻഡിങ് ഡൗൺവേർഡ്, ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, പിന്നെ അടുത്തതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ആൻഡ് ദ reversal occurred. The doji candlestick is the epitome of indecision. അതായത് അത് അവിടെ ഇൻഡിസിഷൻ എന്ന് വെച്ചാൽ ബയേഴ്സിനും സെല്ലേഴ്സിനും അവരുടെ ക്ലിയർ ഡയറക്ഷൻ ഇല്ല. The pattern illustrates a virtual stalemate between buyers and sellers, which means the existing trend may be on the verge of a reversal. ആ ട്രെൻഡിൻ്റെ ഓൾമോസ്റ്റ് സ്റ്റീമൊക്കെ കഴിഞ്ഞ് അടുത്തൊരു റിവേഴ്സലിന് റെഡിയായി എന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പാറ്റേൺ ആണ് ഡോജി പാറ്റേൺ. ഇതാണ് എക്സാമ്പിൾ ഡോജി. ഒരു മാർക്കറ്റ് ട്രെൻഡിങ് ഡൗൺവേർഡ്. ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ CPR നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. CPRന് ഇത് ബോട്ടം CPR ആണ്. ബോട്ടം CPRൽ ഒരു ഡോജി ഫോം ചെയ്യുന്നു ആൻഡ് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ ചെയ്യുന്നു. ഫ്ലോർ പിവറ്റ്സ്. എന്താണ് ഫ്ലോർ പിവറ്റ്സ് നമുക്ക് നോക്കാം. ദ പിവറ്റ്സ് വേർ എ സിമ്പിൾ വേ ഫോർ ദ ഫ്ലോർ ട്രേഡേഴ്സ് ടു ഫോർകാസ്റ്റ് ദ ഡേയ്സ് പൊട്ടൻഷ്യൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് സിൻസ് ദേ ഡിഡ്ന്റ് ഹാവ് സൊഫിസ്റ്റിക്കേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ഫ്ലോസ് ഓഫ് ദ എക്സ്ചേഞ്ചസ് അറ്റ് ദാറ്റ് ടൈം. നമ്മൾ ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ട്രേഡേഴ്സ് യൂസ് ചെയ്ത കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ പിവറ്റ്സ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറച്ച് ഫോർമുലാസ് ഉപയോഗിച്ചിട്ടാണ്. ആ ഫോർമുലയ്ക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയുടെ ഹൈ, ലോ ആൻഡ് ക്ലോസ്, ഈ 3 ഡാറ്റ വെച്ചിട്ടാണ് ഫ്ലോർ പിവറ്റ്സ് ഡിറൈവ് ചെയ്യുന്നത്, ഫോർമുല വെച്ചിട്ട് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെൻട്രൽ ഒരു പിവറ്റ് ഉണ്ടാവാം, ഒരു R1, R2, R3 3 റെസിസ്റ്റൻസ് ഉണ്ടാവാം, S1, S2, S3 3 സപ്പോർട്ടും ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഹൈ, ലോ ആൻഡ് ക്ലോസ് ആർ യൂസ്ഡ് ഫോർ ദ ഇക്വേഷൻ ബിക്കോസ് ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ഫോർ എനി ഗിവൺ ടൈം പീരീഡ്, വെദർ ഇറ്റ് ബി എ സിംഗിൾ ബാർ ഓർ എൻറ്റയർ ഡേ ഓർ മന്ത്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ CPR പിവറ്റ് അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു വീക്കിലി എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദ ഹൈ ആൻഡ് ലോ റെപ്രസെൻറ്റ്സ് ദ മോസ്റ്റ് ബുള്ളിഷ് ആൻഡ് ബിയറിഷ് of expectations for the market for that period of time, thus making these values most important reference points. Okay, അതായത് ഒരു ദിവസത്തെ ഹൈ ആൻഡ് ലോ അത് വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് നിന്നാണ് ബയേഴ്സ് വരുന്നതും പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നതും, അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് നിന്നാണ് സെല്ലേഴ്സ് വരുന്നതും പ്രൈസിനെ താഴത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു വീക്കിലെ അല്ലെങ്കിൽ ഒരു മന്തിലെ അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിമിലെ ആണെങ്കിലും അതിൻ്റെ ഹൈ ആൻഡ് ലോ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, where the market closes can give insight into the collective minds of the market heading into the following period of time. ഇനി ഈ എല്ലാ ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൈസിനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ കൊണ്ടുപോയി അവസാനം ക്ലോസ് ചെയ്യുന്ന സ്ഥലം, അതായത് ഇവരെല്ലാം കൂടി ഒരു
ഫിക്സ്ഡ് പ്രൈസിൽ വന്ന് ക്ലോസ് ചെയ്യുന്ന സ്ഥലം, അതും വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ, ലോ ആൻഡ് ക്ലോസ് ഈ 3 ഡാറ്റ പിവട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫോർമുല ഇതാണ്. പിവട്ട് ഹൈ പ്ലസ് ലോ പ്ലസ് ക്ലോസ് ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോർമുല ഇവിടെ R1 2 ഇൻറ്റു പിവട്ട് മൈനസ് ലോ, R2 പിവട്ട് പ്ലസ് ഹൈ പ്ലസ് ലോ ഹൈ മൈനസ് ലോ, R3 R1 പ്ലസ് ഹൈ മൈനസ് ലോ. ഇത് അതുപോലെ തന്നെ സപ്പോർട്ട്. ഇതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്താണ് CPR എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ്, ഒരു ബോട്ടം CPR ഉണ്ടാവും, ഒരു ടോപ്പ് CPRും ഉണ്ടാവും. ഓക്കെ, ദ സെൻട്രൽ പിവട്ട് റേഞ്ച്. The central pivot range is absolutely without a doubt the most powerful part of the floor pivots indicator. എന്താണെന്ന് നമുക്ക് നോക്കാം. At any given time, the range can be support or resistance. It can forecast trending or sideways price behavior, dictate the day's direction, or serve as an integral part of a trend. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതൊക്കെ നമുക്ക് അത് എങ്ങനെയാണെങ്കിലും എന്താണ്, ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആണെങ്കിലും ഇൻഡിസിഷൻ ആണെങ്കിലും സൈഡ് വേസ് മൂവ്മെൻ്റ് ആണെങ്കിലും ഒരു ട്രെൻഡിനെ നിശ്ചയിക്കുന്നതാണെങ്കിലും എല്ലാം ചെയ്യുന്നത് ഈ സെൻട്രൽ പിവട്ട് റേഞ്ച് ആണ്. ദിസ് റേഞ്ച് ക്യാൻ ടെൽ യു സോ മച്ച് അബൌട്ട് ദ പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റ് ഓഫ് ദ അപ്കമിംഗ് ഡേ ആൻഡ് ഈവൻ ഹൗ ദ പ്രയർ ഡേ ട്രാൻസ്പയർഡ്. ദ പ്ലേസ്മെൻറ്റ് ഓഫ് ദ CPR ക്യാൻ ഗീവ് യു എ സെർട്ടൻ ബയസ് അബൌട്ട് ദ അപ്കമിംഗ് ഡേ. ഇന്നത്തെ ദിവസത്തെ മാത്രമല്ല, നാളെ ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയയും കൂടി നമുക്ക് ഈ CPR തരും. നോയിങ് ദ ലൊക്കേഷൻ ഓഫ് ദ CPR at all times allows you to keep your finger on the pulse of the market and provides you with a significant trading edge. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CPR അത് എവിടെ ഫോം ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദ പ്രീവിയസ് വൺ, അതിൻ്റെ വിഡ്ത്ത് എവിടെയാണ്, ഓക്കെ, രണ്ട് തമ്മിൽ ടോപ്പ് ആൻഡ് ബോട്ടം തമ്മിലുള്ള വിഡ്ത്ത് എവിടെ നിൽക്കുന്നു, ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദ സെൻട്രൽ പിവട്ട് റേഞ്ച്. ഇങ്ങനെയാണ് സെൻട്രൽ പിവട്ട് റേഞ്ച് CPR വരുന്നത്. ഒരു പിവട്ട്, ഒരു ടോപ്പ് CPR, ബോട്ടം CPR, R1 R2 R3, അതുപോലെ തന്നെ S1 S2 S3. ഓക്കെ, ഇനി CPRൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് റിലേഷൻഷിപ്പ്. അതായത് CPR റിലേഷൻഷിപ്പ്. എന്താണ് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ CPRനെ അപേക്ഷിച്ച് നാളത്തെ CPR എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഐ വിൽ ഷോ യു. ഇന്നത്തെ CPR ഇവിടെയാണ് ഇന്നത്തെ CPR ഉള്ളത്. നാളത്തെ CPR സപ്പോസ് ഇവിടെയാണെങ്കിൽ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നാളത്തെ CPR ഇവിടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇനി നാളെ വരുന്ന CPR ഇതേ റേഞ്ചിലാണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇതിനകത്ത് ആണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇതിനേക്കാളും പുറത്ത് വലുത് വിഡ്ത്ത് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ CPR വളരെ നാരോ ആണെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ CPR വളരെ വലുതാണെങ്കിൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിലത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഹയർ വാല്യൂ, ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ, ലോവർ വാല്യൂ റിലേഷൻഷിപ്പ്, ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ റിലേഷൻഷിപ്പ്, അൺചേഞ്ച്ഡ് വാല്യൂ റിലേഷൻഷിപ്പ്, ഔട്ട്സൈഡ് വാല്യൂ ആൻഡ് ഇൻസൈഡ് വാല്യൂ. നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി നോക്കാം. ഓക്കെ, ഹയർ വാല്യൂ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്, ഹയർ വാല്യൂ ആണെങ്കിൽ. ഓക്കെ, ഇനി ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ ആണെങ്കിൽ അത് ഹയർ വാല്യൂ ആണ്, പക്ഷേ കംപ്ലീറ്റ്ലി ഹയർ അല്ല. അതിൻ്റെ ഐ വിൽ ഷോ യു എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ CPR ഇവിടെയാണ്, ഇത് ഹയർ വാല്യൂ CPR ആണ്. ഓക്കെ, അതുപോലെ ഇത് ഇന്നത്തെ CPR ആണ്, ഹയർ ആണ്, പക്ഷേ ഇതിൻ്റെ ടോപ്പ് CPR ഹയർ ആണ്, ഇവിടെ ഇതാണ്, ഇതിൻ്റെ ബോട്ടം ഇവിടെയാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഹയർ ആണ് പക്ഷേ ഓവർലാപ്പിംഗ് ആണ്, അതാണ് ഇത് കാണിക്കുന്നത്. ഇനി ലോവർ വാല്യൂ CPR എന്ന് പറയുന്നത് CPRൻ്റെ കംപ്ലീറ്റ്ലി ലോവർ ആയിട്ട് നിൽക്കുന്നതിനാണ് ലോവർ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, ഇവിടെ ആയിരിക്കും
ഇങ്ങനെയായിരിക്കും. ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ CPR. ഓക്കെ, ഇനി ഔട്ട്സൈഡ് വാല്യൂ ആൻഡ് ഇൻസൈഡ് വാല്യൂ, പിന്നെ അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതാണ് CPR ഇവിടെ. അതേ സ്ഥലത്ത് തന്നെയാണ് CPR അടുത്ത ദിവസത്തെ CPR വരുന്നതെങ്കിൽ ഇതിനെയാണ് പറയുന്നത് അൺചേഞ്ച്ഡ്. പിന്നെ ഔട്ട്സൈഡ് CPR എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു CPR ഉള്ളത്, പക്ഷേ അടുത്ത CPR ഇങ്ങനെയായിരിക്കും, ഔട്ട്സൈഡ്. അതുപോലെ തന്നെ ഇൻസൈഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ CPR ഇങ്ങനെയായിരിക്കും ആദ്യത്തെ ദിവസത്തെ, രണ്ടാമത്തെ ദിവസത്തെ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി ഇതൊക്കെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റഫ്ലി നമുക്ക് നോക്കുവാണെങ്കിൽ ലോവർ CPR എന്ന് പറഞ്ഞാൽ അത് ബിയറിഷ് ട്രെൻഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ്ലി ബിയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അൺചേഞ്ച്ഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈഡ് വേസ് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്. അപ്പോൾ സൈഡ് വേസ് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഔട്ട്സൈഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിരിക്കും. ഇൻസൈഡ് വാല്യൂ വരുമ്പോഴാണ് ബ്രേക്ക്ഔട്ട് വരുന്നത്. അപ്പോൾ CPRൻ്റെ പൊസിഷൻ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ബുള്ളിഷ്, ബിയറിഷ്, സൈഡ് വേസ് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്. നമുക്കിത് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് 2 day CPR റിലേഷൻഷിപ്പ്. ഇത് അൺചേഞ്ച്ഡ് വാല്യൂ, ഔട്ട്സൈഡ് വാല്യൂ, ഇൻസൈഡ്, ഹയർ, ഓവർലാപ്പിംഗ് ഹയർ, ലോവർ വാല്യൂ ആൻഡ് ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ. ഇനി എന്താണ് പിവറ്റിൻ്റെ വിഡ്ത്ത് നമ്മൾക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇഫ് ദ മാർക്കറ്റ് എക്സ്പീരിയൻസ് എ വെരി ക്വയറ്റ് trading day in the prior session, the pivots for the following day are likely to be unusually tight or narrow, which typically leads to a trend day, double distribution trend day or extended typical day scenario. ഇതെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാർക്കറ്റ് വളരെ ക്വയറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസത്തെ CPR will be very narrow because open price and close price are very ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ വളരെ നേരോ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടാൽ അറിയാം, ഒരു ദിവസത്തെ ട്രേഡിംഗ് ആക്ടിവിറ്റി വളരെ ക്വയറ്റ് ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ട്രെൻഡിങ് ഡേ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡിങ് ഡേ ഒക്കെ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ CPRൻ്റെ വിഡ്ത്ത് വളരെ നേരോ ആണെങ്കിൽ അന്ന് ഒരു ട്രെൻഡിങ് ഡേ ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇതാണ് നമ്മൾ വിഡ്ത്ത് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇഫ് യു ആർ ഏബിൾ ടു ആൻറ്റിസിപ്പേറ്റ് ദ മാർക്കറ്റ്സ് ലൈക്ലി ബിഹേവിയർ, യു ആർ ഗിവിംഗ് യുവർസെൽഫ് ദ ബെസ്റ്റ് ചാൻസ് അറ്റ് സക്സസ് ബിക്കോസ് യു ആർ ഏബിൾ ടു ഡിപ്ലോയ് സ്പെസിഫിക് സെറ്റപ്സ് ദാറ്റ് ആർ ടൈലേർഡ് ഫോർ സെർട്ടൻ ടൈപ്സ് ഓഫ് ഡേയ്സ്. അതായത് നമ്മൾ ട്രെൻഡിങ് ഡേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം അന്ന് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. The distance between the top central pivot and the bottom central pivot is the width of the CPR. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ CPR എപ്പോഴും ഒരു 3 ലൈനാണ്. സെൻട്രൽ പിവറ്റ് റേഞ്ച്, ടോപ്പ് ആൻഡ് ബോട്ടം, ഇത് രണ്ട് തമ്മിലുള്ള വിഡ്ത്താണ് CPRൻ്റെ വിഡ്ത്ത്. ദ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ പിവറ്റ് റേഞ്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ ഫോർകാസ്റ്റിംഗ് പൊട്ടൻഷ്യൽ പ്രൈസ് ബിഹേവിയർ ഫോർ ദ ഫോളോയിങ് സെഷൻ. An extremely tight central pivot range indicates the market traded sideways or consolidated in the prior period of time. ഞാൻ നേരത്തെ പറഞ്ഞു. As such, this price behavior usually leads to breakout or trending behavior in the following session. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. നാരോ CPR ആണെങ്കിൽ അന്ന് ട്രെൻഡിങ് ഡേ ആവാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. Conversely, an extremely wide central pivot range indicates the market experienced a wide range of movement in the prior day, which usually leads to sideways or trading range behavior in the following session. അപ്പോൾ ഒരു CPR, ഇപ്പോൾ ഇന്നത്തെ CPR വളരെ വൈഡ് ആയിട്ടുള്ള ഒരു CPR ആവണമെങ്കിൽ ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ ഷുഡ് ബി എക്സ്ട്രീംലി എന്താ പറയുക വൈഡ്. അതായത് അതിൻ്റെ ഓപ്പൺ ആൻഡ് ലോ പിന്നെ ലോ അത്രയും വിഡ്ത്തിലുണ്ടായാൽ മാത്രമേ ഇന്നത്തെ CPRൻ്റെ വിഡ്ത്ത് കൂടുതലാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം വളരെ കൂടുതൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നെക്സ്റ്റ് ഡേ ഒരു ക്വയറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സെഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് CPRൻ്റെ വിഡ്ത്ത് വെച്ചിട്ട് ഒരു നെക്സ്റ്റ് ഡേയിലെ മാർക്കറ്റ് ആക്ടിവിറ്റി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും CPRന് അത്യാവശ്യം വിഡ്ത്ത് ഉണ്ട്. മാർക്കറ്റ് ക്വയറ്റായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ദിവസത്തെ ട്രേഡിംഗ് ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും വളരെ നാരോ റേഞ്ചിലാണ് ഉണ്ടായത്. ഓക്കെ, വളരെ നാരോ ഒരു ടിപ്പിക്കൽ ഡേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയിലെ CPR ഈസ് വെരി തിൻ.
കണ്ടാൽ അറിയാൻ പറ്റും. ടോപ്പ്, സെൻട്രൽ, ബോട്ടം എല്ലാം ഓൾമോസ്റ്റ് സെയിം ലൈനിലാണ്. ആൻഡ് ലുക്ക് അറ്റ് ദ റാലി. അപ്പോൾ മാർക്കറ്റ് വളരെ ക്വയറ്റായിരുന്നു, ഡൗൺ സൈഡിൽ ട്രെൻഡിങ് ചെയ്യുമായിരുന്നു. അവസാനം ഇവിടെ കൺസോൾട്ടേഷൻ നടന്നു, CPR വളരെ നാരോ ആയി. ആൻഡ് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് CPRന് മുകളിൽ ഓപ്പൺ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ ട്രെൻഡിങ് ഡേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ഏറ്റവും ലോവസ്റ്റ്, ക്ലോസ് ഏറ്റവും ഹയസ്റ്റ്. ഇതാണ് ഒരു ട്രെൻഡ് അനാലിസിസ്. ഓക്കെ, ഇതാണ് പിവറ്റ്. അടുത്ത ദിവസത്തെ പിവറ്റ് ഒരു ഹയർ വാല്യൂ റിലേഷൻഷിപ്പാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ പിവറ്റിൻ്റെ മുകളിലാണ്, അതുകൊണ്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണ്. അവസാനം ഒരു നാരോ CPR വന്നു, ട്രെൻഡ് റിവേഴ്സലായി. അത് കഴിഞ്ഞ് ലോവർ വാല്യൂ റിലേഷൻഷിപ്പ് വന്നു, എഗെയിൻ ഒരു നാരോ CPR വന്നു, റിവേഴ്സലായി. അപ്പോൾ ഈ ഒരു CPRൻ്റെ പൊസിഷൻ, എവിടെയാണ് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത്, ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ട്രെൻഡ് അനലൈസ് ചെയ്യാനും ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി CPR ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.